നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമ ഉണ്ടാക്കിയ ഒരു വിവാദം അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ സിനിമ ഒരുപക്ഷെ അങ്ങ് കേന്ദ്രത്തിൽ വരെ വിവാദം സൃഷ്ടിക്കാൻ സാധിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ച ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. ഒരുപക്ഷെ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം ഒരു മതസ്പർദ്ധയ്ക്ക് ഉള്ള ഒരു ഇടം കൂടി എമ്പുരാൻ സിനിമയിൽ അന്നുണ്ടായിരുന്നു. വലിയൊരു വർഗീയത വിളമ്പുന്ന അല്ലെങ്കിൽ വർഗീയത തുളുമ്പുന്ന സിനിമയാണ് എന്നുള്ള തരത്തിലാണ് അന്ന് വലിയ രീതിയിൽ വിമർശനങ്ങളും വിവാദങ്ങളും പെട്ടത്. ഏതായാലും എമ്പുരാൻ സിനിമയെപ്പറ്റി അന്നൊന്നും പൃഥ്വിരാജിന് പറയുവാനില്ലായിരുന്നു. പൃഥ്വിരാജ് ഏറെ നാൾ എവിടെ പോയി എന്നൊരു ചോദ്യവും ഒരുപക്ഷെ പൃഥ്വി ആരാധകരുടെ ഇടയിലുമുണ്ടായിരുന്നു. എമ്പുരാൻ സിനിമ കഴിഞ്ഞതോടുകൂടി മലയാള സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ഇനി പൃഥ്വിരാജ് വരില്ലേ എന്നുള്ള ആകാംക്ഷകളും ഉണ്ടായിരുന്നു. ഏതായാലും ഏറെ നാളിന് ശേഷം ഇപ്പോൾ എമ്പുരാൻ സിനിമയെപ്പറ്റി പൃഥ്വിരാജ് പ്രതികരിച്ചിരിക്കുകയാണ്. ഒരിക്കലും വിവാദങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, എന്നാൽ ചെയ്തത് ചില പരാജയങ്ങളായിരുന്നു എന്ന് പൃഥ്വി ഇപ്പോൾ പരോക്ഷമായിട്ട് സമ്മതിക്കുന്നുണ്ട്. പൃഥ്വി ഇങ്ങനെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്: എമ്പുരാൻ വിവാദങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആ സിനിമ ചെയ്തത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ്. ആ സിനിമയിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ഉദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതിന് ഞാൻ കണ്ടിട്ടില്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. കാരണം നമ്മളൊരു സിനിമ ചെയ്ത് ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ് പ്രേക്ഷകന് ആ സിനിമ കണ്ടിട്ട് എന്തു തോന്നുന്നോ അതാണ് ആ സിനിമ. അതിനുശേഷം ഞാൻ മാധ്യമങ്ങളിൽ പോയിരുന്ന് ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പ്രേക്ഷകന് എന്താണോ തോന്നുന്നത് അതാണ് ആ സിനിമ. ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അതിൻ്റെ വലിയ പരാജയം തന്നെയാണ്. അത് ഞാൻ അംഗീകരിക്കണം. അടുത്ത സിനിമയിൽ മികച്ചത് നൽകാൻ ഞാൻ ശ്രമിക്കണം. ഇങ്ങനെയാണ് എമ്പുരാൻ സിനിമയെപ്പറ്റി പൃഥ്വിരാജ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മലയാളത്തിലെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായിരുന്നു പൃഥ്വിരാജും സുപ്രിയ മേനോനും ഒക്കെ. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പൃഥ്വിരാജിനെ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ എമ്പുരാൻ സിനിമ വന്നതോടുകൂടി പൃഥ്വിരാജിൻ്റെ ഒരു ഇമേജിന് തന്നെ കളങ്കമുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് വീണ്ടും മലയാളത്തിലേക്ക് തന്നെ ഒരു നടനായിട്ട് അല്ലെങ്കിൽ തന്നെ ഇത്രയധികം ഒരു താര പരിവേഷത്തോടെ പിടിച്ചുയർത്തിയ മലയാളികളുടെ ഇടയിലേക്ക് വരാനുള്ള ഒരു ത്വരയാണോ എന്നുള്ളത് അറിയില്ല. എത്രമാത്രം മലയാളികൾ അത് സ്വീകരിക്കും എന്നുള്ളത് അറിയില്ല. കാരണം എമ്പുരാൻ സിനിമ അത്രയേറെ ഒരു മുറിവുകൾ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചു. ഏതായാലും സിനിമയിൽ താൻ ഉദ്ദേശിച്ചതല്ല ജനം ഏറ്റെടുത്തതെങ്കിൽ അതൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എൻ്റെ വലിയ പരാജയം തന്നെയാണ്. അടുത്ത സിനിമയിൽ ഞാൻ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ നല്ല പിള്ളയാകാം എന്നുള്ള ഒരു നിർദ്ദേശവും കൂടി പൃഥ്വിരാജ് വെക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്, പക്ഷേ എങ്ങനെയോ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നുള്ളതാവാം ഇപ്പോൾ സമസ്ത അപരാധമൊക്കെ പറഞ്ഞ് പൃഥ്വിരാജ് മലയാളികളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയപ്പോൾ പോലും മാധ്യമങ്ങളുടെ ഇടയിൽ എമ്പുരാൻ സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ അവാർഡ് കിട്ടി നന്ദി പോലും ഈ പടുത്തുയർത്തി വിട്ട പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ആരാധകരുടെ ഇടയിൽ ഒന്ന് പറയാൻ പോലും വിസമ്മതിച്ച പൃഥ്വിരാജ് ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ മറ്റൊരു സിനിമയുടെ ഒരു മാധ്യമ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുകയാണ്. ഇപ്പോൾ മലയാളികൾക്കും കൂടെ ഉള്ള അവർക്കും കൂടെ കേൾക്കാനുള്ള ഭാവത്തിൽ തന്നെയാണ് പൃഥ്വിയുടെ ഈ ഒരു പക്ഷേ പരാജയം സമ്മതിക്കൽ. ഇത് മാത്രമല്ല പൃഥ്വിരാജ് പറയുന്നത്, രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ ചിലർ നമ്മളെ വില്ലനാക്കുകയും മറ്റു ചിലർ നായകനാക്കുകയും ചെയ്യും. രണ്ടും അപകടമായതിനാൽ അവിടെ അഭിപ്രായം പറയാതിരിക്കലാണ് ശരി. സോഷ്യൽ മീഡിയ ഭയങ്കര വെപ്പണൈസ്ഡ് ആണ്. ഒരു ഫിഗർ ഓഫ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫിഗർ ഓഫ് പോപ്പുലാരിറ്റിക്കോ ഒരബദ്ധം സംഭവിച്ചാൽ അത് ആഘോഷിക്കപ്പെടുന്നത്, അതിൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുന്ന ഒരു മോബ് മെൻറ്റാലിറ്റി വർത്തമാനകാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. മീഡിയ ഉൾപ്പെടെ എല്ലാവരും അതിൽ പങ്കാളികളാണ്. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇത് ശരിയല്ല, ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നുള്ളത്. പക്ഷേ എന്നിട്ടും അവർ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നു. ഏതായാലും അത് പൃഥ്വിരാജ് എന്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ള അറിയില്ല.
പക്ഷേ ജനം സോഷ്യൽ മീഡിയ ഒരു പക്ഷേ വലിയ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനും മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും സോഷ്യൽ മീഡിയ വലിയ രീതിയാണ്. പക്ഷേ എന്നാലും ജനഹിതം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ പറ്റും. എത്ര ആൾക്കാർ ഒരു പക്ഷേ ഇതിന് അനുകൂലമായി നിന്നാലും പ്രതികൂലമായി നിന്നാലും സോഷ്യൽ മീഡിയ ഒരു പക്ഷേ ഫോം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണോ ഹിതം, അല്ലെങ്കിൽ ജനമനസ്സുകൾ എന്താണോ അതായിരിക്കും. ഒരുപക്ഷെ പൃഥ്വിരാജിന് എമ്പുരാനിൽ നിന്ന് കിട്ടിയ ഒരു വലിയ തിക്താനുഭവം, അല്ലെങ്കിൽ ഒരു വലിയ അടി, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചോദ്യം ചെയ്യലുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള കൈകടത്തലുകൾ അനാവശ്യമായിപ്പോയി എന്നുള്ള തോന്നൽ ഒരുപക്ഷെ പൃഥ്വിരാജിന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഏതായാലും പൃഥ്വിരാജ് രാജമൗലി സിനിമയിലേക്കുള്ള ചുവടുവെപ്പാണോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. ഇത്തരത്തിലാണ് പറഞ്ഞത്, ഞാൻ പല ഭാഷകളായി നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ നിലവാരത്തിലുള്ള ഒരു ലോഞ്ചും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഏതായാലും മലയാളത്തിൽ പൃഥ്വിരാജ് ചുവട് ഉടനെ വെച്ചില്ല എന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലും കർണാടകയിലും ബോളിവുഡിലും ഒക്കെ പൃഥ്വിരാജ് പല സിനിമകളും പുറത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ രാജമൗലിയുമായിട്ടുള്ള സിനിമയ്ക്കാണ് ഒരുപക്ഷെ അതിൻ്റെ ലോഞ്ചിങ് സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകളും പൃഥ്വിയുടെ പരാമർശങ്ങളും ഒക്കെ ഉണ്ടായത്. ആ ഒരു സിനിമയെ പറ്റിയും പൃഥ്വിരാജ് പറയുന്നുണ്ട്, ഞാൻ പല ഭാഷകളിലായി നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ നിലവാരത്തിലുള്ള ഒരു ലോഞ്ച് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. SS രാജമൗലി എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ അടുത്ത സിനിമയിലെ വില്ലൻ കഥാപാത്രം മികച്ച രീതിയിൽ വന്നിട്ടുണ്ട് എന്ന്. കഥയുടെ വിവരണം കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? രാജമൗലിയെക്കുറിച്ചാണ് പൃഥ്വിരാജ് പറയുന്നത്. ഈ പരമമായ പീഡനമേറിയ ഷൂട്ടിംഗ് പ്രോസസ്സിന് വളരെയധികം നന്ദി. മഹേഷ് ബാബു, ഞാൻ തിയേറ്ററിൽ കണ്ട ആദ്യത്തെ തെലുങ്ക് സിനിമ പോക്കിരിയായിരുന്നു. ഈ സിനിമ നിങ്ങൾ അർഹിക്കുന്നു. കഥ പറഞ്ഞു തുടങ്ങിയതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അമ്പരന്ന് പോയി. ആ ഭയപ്പെടുത്തൽ, ആ കാഴ്ചപ്പാട്, ആ ലക്ഷ്യം, കഥയിലെ എല്ലാ ഘടകങ്ങളും ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമകാലിക മെയിൻ സ്ട്രീം ചലച്ചിത്രകാരൻ തൻ്റെ പരിമിതികളെ മുമ്പ് ഒരിക്കലുമില്ലാത്ത ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. രാജമൗലിയെക്കുറിച്ചാണ് ഇത്രയേറെ പുകഴ്ത്തി പൃഥ്വിരാജ് പറയുന്നത്. ഏതായാലും വൻ സിനിമകളും വൻ പദ്ധതികളും വൻ നേട്ടങ്ങളും ഒക്കെ ആയിട്ട് പൃഥ്വിരാജ് തുടങ്ങുമ്പോഴും പക്ഷെ മലയാളത്തിൽ ആ ഒരു സ്പേസ് ഇനി മലയാളികൾ എത്രമാത്രം കൊടുക്കും എന്നുള്ളത് അറിയില്ല. അത്രയേറെ ഒരു പക്ഷേ എമ്പുരാൻ എഫക്റ്റ് മലയാളികളുടെ ഇടയിലുണ്ട്. ഒരു മതസ്പർദ്ധയും ഒരു രാഷ്ട്രീയ കലാപത്തിനും ഒക്കെ ഇടം കൊടുക്കാൻ പറ്റിയ ഇടം കൊടുക്കുന്ന തരത്തിലേക്ക് എമ്പുരാനെ ഉയർത്താൻ ഒരു പക്ഷേ ഉയർത്തി എന്ന് തന്നെ ആ ഒരു തലത്തിലേക്ക് എമ്പുരാൻ കൊണ്ടുചെന്നു. അതായിരിക്കാം ഒരു പക്ഷേ മലയാളികൾ പൃഥ്വിരാജ് എന്ന സാധാരണ നടനെ ഇത്രയേറെ ഒരു പക്ഷേ അമർഷത്തോടെ കാണാൻ ഇടയാക്കുന്നത്. ഏതായാലും തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ്. തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് സമ്മതിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുത്തി നല്ല നല്ല സിനിമകളുമായിട്ട് വീണ്ടും മലയാളത്തിലേക്ക് പൃഥ്വിരാജ് എത്തട്ടെ. നല്ലൊരു നടനായിട്ട് വീണ്ടും മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ.